ദുബായ് ഡേ 2 സ്ട്രീറ്റ് സ്കീ ദുബായിലാണ് പോകുന്നത്. അപ്പോൾ ഉമ്മ റെഡിയല്ലേ? നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്ത് ഇവിടെ എത്തോളം സത്യം പറഞ്ഞൊരു എന്തോ, അതായത് ടെൻഷനല്ല, എന്തോ ഒരു ബോർഡിംഗ് പാസ് കിട്ടുന്ന വരെ ഒരു കൺഫർമേഷൻ ഇല്ലാത്ത പോലെയായിരുന്നു. അവിടെ എത്താൻ പറ്റുമോ, പെട്ടെന്ന് എത്തിപ്പെടുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ദുബായിലെത്തി. ഉമ്മാൻ്റെ ആ ഒരു മുഖം അല്ലെങ്കിൽ ആ ഒരു സന്തോഷം കാണുമ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോയിട്ട് അവരവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ മാറുന്ന അവരെ സ്വന്തമായിട്ട് എൻജോയ് ചെയ്യുന്നത് അതേക്കെ പോലെയാണ് തോന്നല്. അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ആണ്. ഫൈനലി സ്കീ ദുബായിലോട്ടുള്ള എൻട്രൻസ് ആണ്. ടിക്കറ്റ്സ് ഒക്കെ എടുക്കാം. ഈ ട്രിപ്പ് നമ്മൾ പാക്കേജ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. സോ ടിക്കറ്റ്സ് ആൻഡ് എല്ലാതും അവർ നോക്കിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടന്നാൽ മതി. ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദുബായിൽ എത്തിയത് മുതൽ തിരിച്ചു പോകുന്നത് വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഒരു സിറ്റുവേഷനിലും എന്താ പറയുക, ഒരു ബിസി ആയിട്ടോ ഒന്നും നിൽക്കാൻ പാടില്ല. ഇവിടെ വന്നിട്ട് നാട്ടിലെ പോലെ ഉമ്മ വർക്ക് എടുക്കാണ്ടോ അല്ലെങ്കിൽ കിച്ചൺ ഡ്യൂട്ടി അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു ഡേയ്സ് ഫുള്ള് ഫ്രീ, കംപ്ലീറ്റ്ലി ഫ്രീ ആയി. ഉമ്മാന്റെ ഏജ് ലിമിറ്റ് ഒന്നും നോക്കിയിട്ടില്ല. ഉമ്മാന്റെ ഏജ് ഇത്ര വയസ്സായിക്കണം അല്ലെങ്കിൽ ഇത്ര പ്രായമാണ്, കാല് വേദന ഉണ്ട്, കൈ വേദന ഉണ്ട്, ഒന്നും നോക്കൂല. ഞാൻ എന്താണോ ചെയ്യണത് അതൊക്കെ ഉമ്മയും ചെയ്യണം. ഉമ്മാക്ക് എന്തായാലും കാശ്മീർ മണാലി പോകാൻ പറ്റിയില്ല. പക്ഷെ ഉമ്മ നമ്മൾ പോകും. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ടൂറ് വന്ന ഫീലില്ല. ഇതേതൊരു ചെറിയ വീഡിയോ ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അവിടെ ഫോൺ യൂസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അങ്ങനെ ദുബായ് കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉമ്മ ഞാൻ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ ഏജ് ലിമിറ്റ് ഒന്നും ഇവിടെ നോക്കിയിട്ടില്ല. എല്ലാ റൈഡിലും പറ്റുന്ന എല്ലാ റൈഡിലും ഉമ്മ കയറി. സോ ഉമ്മ ഓക്കെ അല്ലേ?